യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്രയോ വലിയവനാണ്. നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തു, ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശുവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കാതൽ, വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു. ഹെബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരുവൻ തന്നെ. അവന് മാറ്റമില്ല. ഇന്നലകളിൽ അവൻ ചെയ്ത കാര്യങ്ങൾ ഇന്നും നാളെയും വരും നാളിലും പ്രവർത്തിക്കും. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും വലിയ അടയാളമായിട്ട് ഉയർത്തപ്പെട്ടത് ക്രിസ്തുവാണ്. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നെ നോക്കും. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അടയാളം യേശു ക്രിസ്തുവാണ്. ഏറ്റവും വലിയ അടയാളം കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവാണ് ഏറ്റവും വലിയ അടയാളം. അതിലും വലിയൊരു അടയാളമില്ല. ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അത് പരിശുദ്ധ കന്യകാമറിയമാണ്. അപ്പൊ സ്വർഗത്തില് ഉള്ള വ്യക്തികളില് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ മറിയം. യേശുവിൻ്റെ അമ്മയാണ്. ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്ത് എത്തിയവരിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം പരിശുദ്ധ കന്യകാമറിയത്തിലുണ്ട്. സ്വർഗത്തിൽ വലിയ ഒരു അടയാളമായിട്ട് പരിശുദ്ധ മറിയത്തെ വിശുദ്ധ വചനം സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ മറിയം വലിയൊരു അടയാളമാണ്. വിശുദ്ധ ഔസേപ്പും പരിശുദ്ധ മറിയവും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുചെന്നു. അവൾ ശെമയോൻ എന്ന ദീർഘദർശി, ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ശെമയോൻ ഈ കുഞ്ഞിനെ, ശിശുവായ യേശുവിനെ തൻ്റെ കരങ്ങളിൽ എടുത്തു. ലൂക്കാ 2:34. ശെമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. ഹല്ലേലൂയ.
അവിടെ യേശുവിനെ കുറിച്ച് പറയുകയാണ്, ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും ലോകത്തിൻ്റെ മുൻപിൽ വിവാദ വിഷയമായ അടയാളമായിട്ട് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സഭയും ക്രിസ്തു കുരിശിൽ മരിച്ച കുരിശും ഉയർന്നു നിൽക്കുകയാണ്. മാനവരാശിക്ക് രക്ഷ നൽകാൻ വന്നവൻ ലോകത്തിൻ്റെ മുൻപിൽ വിവാദ വിഷയമായ അടയാളമായിട്ടൊന്നും ഉയർത്തു നിൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റവൻ ലോകത്തിൻ്റെ മുൻപിൽ വിവാദ വിഷയമായ അടയാളം തന്നെയാണ്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിനെയും അവൻ്റെ സഭയെയും ക്രിസ്തു വിശ്വാസികളെ നശിപ്പിക്കുവാൻ സാത്താനും അവൻ്റെ കൂട്ടാളികളും ഒത്തിരിയേറെ പരിശ്രമിക്കുന്നൊരു കാലഘട്ടമാണിത്. എന്നും അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോൾ അത് വളരെ കൂടുതലായിട്ടുണ്ട്. ഏറ്റവും വലിയ അടയാളം ക്രിസ്തുവാണ്. ഏറ്റവും വലിയ അടയാളം ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം, കാനായിലെ കല്യാണ വീട്. ആ കല്യാണ വീട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശുവും അവൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു ഉണ്ടായിരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അടയാളം യേശു. പരിശുദ്ധ മറിയം ഉണ്ടായിരുന്നു. വെളിപാട് 12 നമ്മൾ കണ്ടു, സ്വർഗത്തിലെ അടയാളം, ഏറ്റവും വലിയ അടയാളം, സ്വർഗത്തിലെ അടയാളം പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയും യേശുവും കാനായിലെ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. ആ കല്യാണ വീട്ടിൽ യേശു ഒരത്ഭുതം ചെയ്യുകയാണ്. വെള്ളം വീഞ്ഞാക്കി മാറ്റി. വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. തൻ്റെ അന്ത്യത്താഴ സമയത്ത് യേശു വീഞ്ഞ് രക്തമാക്കി മാറ്റി. വീഞ്ഞ് രക്തമാക്കി മാറ്റിയതിൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. രക്തത്തിൻ്റെ പുതിയ ഉടമ്പടി. ഇവിടെ ഇത് വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു. വെള്ളം വീഞ്ഞാക്കി മാറ്റുകയാണ്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന ക്രിസ്തു ആ കുടുംബത്തെ വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിനെ നമ്മൾ കാണുകയാണ്. ഇന്നും കുടുംബങ്ങളെ അപമാനത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, തീരാരോഗത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ യേശു നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ആര് യേശുവിനെ വിളിച്ചോ അവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. ഇത് ഉറപ്പാ. ഇത് ദൈവവചനത്തിൻ്റെ വാഗ്ദത്തമാ. അവൻ്റെ നാമത്തെ വിളിച്ചവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. കാനായിലെ വീട്ടില് ഈ അത്ഭുതത്തിന് ആദ്യം സാക്ഷികളായിട്ട് മാറുന്നത് കലവറക്കാരാ. കൽഭരണികളിൽ വെള്ളമൊഴിച്ചു. വിളമ്പിക്കോളാൻ യേശു പറഞ്ഞു. കലവറക്കാരൻ രുചിച്ചു നോക്കുമ്പോൾ ഇതാ വെള്ളം വീഞ്ഞായിട്ട് മാറിയിരിക്കുന്നു. മുൻപ് വിളമ്പിയതിലും രുചികരമായ ലഹരിയുള്ള വീഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കാനായിട്ട് പോകുക. വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, വീഞ്ഞിനെ രക്തമാക്കിയവൻ, ദൈവജനത്തിന് പാറ പിളർന്ന് വെള്ളം നൽകിയവൻ, ചെങ്കടലിനെ പിളർത്തിയവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, വെള്ളത്തിന്റെ മീതെ നടന്നവൻ, തൻ്റെ ശിഷ്യന്മാർക്ക് ചാകര പോലെ മീനിനെ നൽകിയവൻ, അത്ഭുതങ്ങൾ ചെയ്തവൻ യേശുക്രിസ്തു. അവൻ ഇന്ന് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ചലിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ രോഗങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരികയാണ്. നിന്റെ തകർച്ചകളുടെ മേൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാവുക. കടബാധ്യതകൾ, തീരാവ്യാധികൾ, നിരാശകൾ, ദുഃഖങ്ങൾ, വേദനകൾ, പരാജയങ്ങൾ
ഇവയിൽ നിന്ന് കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തുകയാ. നിന്നെ കൈകളിൽ താങ്ങുന്ന ദൈവം. യോഹന്നാൻ 2:11 ഇപ്രകാരം പറയുന്നു, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പൊ അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ കല്യാണ വീട്ടിൽ യേശു ചെയ്ത അത്ഭുതം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്നാണ് യേശു വിളിക്കുന്നത്. അടയാളങ്ങൾ എവിടെ സംഭവിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം, മൈറ്റി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ. ഉറപ്പാണിത്. അടയാളങ്ങളും അത്ഭുതങ്ങളും യേശുക്രിസ്തു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 2000 വർഷമായിട്ട് ലോക ജനത, കോടാനുകോടി മനുഷ്യർ യേശുവിനെ ആരാധിച്ചു, യേശുവിനെ മഹത്വപ്പെടുത്തി, യേശുവിനെ ജീവിച്ച് ഈ ഭൂമിയിൽ മരിച്ചു കടന്നുപോയി. ഇന്നും കോടാനുകോടി മനുഷ്യർ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കുന്നു, യേശുവിൻ്റെ സഭയിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശു, കോടാനുകോടി മനുഷ്യർ ജീവിച്ച് ആരാധിച്ചു മഹത്വപ്പെടുത്തിയ യേശു, അവൻ ഇന്നും ജീവിക്കുന്ന കർത്താവ്. അവൻ മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റവനാ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉയർത്തെഴുന്നേറ്റ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. മലാഖമായിട്ട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ മറിയത്തോടും ഔസേപ്പിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ലോകത്തിൽ കോടാനുകോടി മനുഷ്യർ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു. അവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കോടാനുകോടി മനുഷ്യർ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന യേശുവിനെയാ ഞാനും നിങ്ങളും ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നത്. അവൻ ജീവിക്കുന്ന ദൈവമാ. അവന് മാറ്റമില്ല, അവൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല, അവൻ്റെ വചനത്തിന് മാറ്റമില്ല. യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നമ്മൾ വായിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 14 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ അപ്പസ്തോലന്മാർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവർക്ക് പ്രത്യക്ഷനായി. ഉയർപ്പിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവിടെ പറയുന്നു കേട്ടോ, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിനെ കണ്ട ശിഷ്യന്മാര്, അവർ ചിലർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ യേശു ഇപ്പോൾ എന്താ പറയുന്നത്? അവിടെ വിശ്വാസരാഹിത്യത്തെ, ഹൃദയ കാഠിന്യത്തെ ശാസിച്ചു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം എടുത്തു കളയുന്നത് പിശാച. അവിശ്വാസത്തിലേക്കും ആത്മീയ അന്ധതയിലേക്ക് നയിക്കുന്നത് പിശാച. പിശാചെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അവിശ്വാസത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാച് വിതയ്ക്കുകയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടവർ, അത്ഭുത രോഗശാന്തി നേടിയവർ പലരും ഇന്ന് വിശ്വാസത്തിലല്ല ജീവിക്കുന്നത്. വിശ്വാസം ത്യജിച്ച് ലോകമനുഷ്യരായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ ഉള്ളിലുള്ള ആ വിശ്വാസത്തെ പിശാച് എടുത്തു മാറ്റിയ വിശ്വാസത്തിൻ്റെ വിത്ത് പിശാച് എടുത്തു കളയുന്നു.
പിശാചിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തകർക്കണമെങ്കിൽ നമ്മൾ ശക്തരായ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ശക്തമായിട്ട് വ്യാപരിക്കണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തണം. ആത്മാവ് നമ്മളെ വിശ്വാസത്തിൽ നയിക്കണം, വളർത്തണം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. യേശു അവരോട് പറയുക, ലോകമെങ്ങും നിങ്ങൾ പോകണം, എല്ലാ സൃഷ്ടികളോടും ഈ സുവിശേഷം അറിയിക്കണം. ബലഹീനരായ സാധാരണ മനുഷ്യനായ മത്സ്യത്തൊഴിലാളികളായിരുന്ന അപ്പസ്തോലന്മാർ ഉന്നതമായ വിദ്യാഭ്യാസമോ ഉന്നതമായ ഡിഗ്രികളോ അറിവുകളോ ഒന്നും അവർക്കില്ല. പക്ഷേ അവിടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവർ ജ്ഞാനികളായിട്ട് മാറി, അവർ ശക്തന്മാരായിട്ട് മാറി. അവർ ലോകരാജ്യങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കടന്നുപോയി. അവരെവിടെയൊക്കെ ചെന്ന് വചനം പ്രസംഗിച്ചോ അവിടെ അവൻ അടയാളങ്ങൾ കൊണ്ട് വചനം സ്തുതീകരിച്ചു. ഹല്ലേലൂയ. മർക്കോസ് 16:20. അവരെല്ലായിടത്തും പോയി വചനം പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്തുതീകരിക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാര് പ്രവർത്തിച്ചു. അവർ പോയി, അവർക്ക് കൊടുത്ത ദൗത്യം അവർ ഏറ്റെടുത്ത് അവർ പോയി, അവർ പ്രസംഗിച്ചു. അപ്പോൾ കർത്താവ് അടയാളങ്ങളിലൂടെ പ്രവർത്തിച്ചു, വചനം സ്ഥിരീകരിച്ചു. എന്താ ഈ അടയാളങ്ങൾ? അത്ഭുത രോഗശാന്തികൾ സംഭവിച്ചു, പിശാചുക്കൾ വിട്ടുപോയി, തീരാവ്യാധികൾ സൗഖ്യമായി, കുഷ്ഠരോഗം വിട്ടുമാറി, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. അടയാളങ്ങൾ അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ സംഭവിച്ചു. പ്രൈസ് ദ ലോർഡ്. ഈ അടയാളങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, യേശു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അവൻ്റെ ശക്തിക്കോ മഹത്വത്തിനോ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവൻ്റെ ശക്തിക്കോ അവൻ്റെ മഹത്വത്തിനോ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. രണ്ട്, അടയാളങ്ങൾ സമൂഹമധ്യത്തിൽ വെളിപ്പെടുമ്പോൾ തിരിച്ചറിയുക, അവിടെ ദൈവശക്തി തുറക്കപ്പെടുകയാണ്. സമൂഹമധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവശക്തി വെളിപ്പെടുന്നു. അവിടെ ഒരു കാര്യമുണ്ട്. വചനം പ്രസംഗിക്കുന്ന വ്യക്തിയുടെ വിശുദ്ധിയും വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും വിശ്വസ്തതയും അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, എത്രയോ പേര് സുവിശേഷം പ്രസംഗിക്കുന്നു. എല്ലായിടത്തും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നില്ലല്ലോ. ആ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ വിശുദ്ധിയും പ്രാർത്ഥനയും വിശ്വസ്തതയും ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഓരോ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക, ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ലാസറിനെ യേശു ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ വലിയ മഹത്വം അവിടെ വെളിപ്പെടുക. മരണത്തിൻ്റെ മേൽ
യേശുവിന് അധികാരമുണ്ടെന്ന് യേശു തെളിയിച്ചു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശു അപ്പസ്തോലന്മാരോട് പറയുക, നിങ്ങൾ പോയി ഈ സുവിശേഷം പ്രസംഗിക്കണം. ഇത് സ്വീകരിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും, സ്വീകരിക്കാത്തവർ, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. ഈ വചനം സ്വീകരിക്കാത്തവർ, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അവിടെയും പറയുന്നെന്താ? അടയാളം. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അടയാളം ആരാ പ്രവർത്തിക്കുന്നത്? വിശ്വസിക്കുന്ന വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത്. ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും സമൂഹമധ്യത്തിൽ ദൈവ ശുശ്രൂഷ നടക്കുമ്പോൾ സംഭവിക്കുന്നുവെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു, ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുന്നു, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും നിസ്സാരമാക്കി തള്ളരുത്. 2000 വർഷം മുൻപ് കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഇന്നും ഇപ്പോഴും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. നാളെയും അവൻ അത്ഭുതങ്ങൾ ചെയ്യും. ഒരു വ്യത്യാസമില്ല. ഹല്ലേലൂയ. അത്ഭുതങ്ങളിൽ നമുക്ക് വിശ്വസിക്കുന്നവരായിട്ട് മാറാം. ഐ ബിലീവ് ഇൻ മിറക്കിൾ. അത്ഭുതങ്ങളിൽ നമുക്ക് വിശ്വസിക്കുന്നവരാകാം. ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങളിൽ, അടയാളങ്ങളിൽ, ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികളിൽ ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ കരങ്ങളിലൂടെ അടയാളങ്ങൾ സംഭവിച്ചു. അപ്പസ്തോലന്മാര് രോഗികളുടെ മേൽ കൈവച്ചു, തൽക്ഷണം അവർ സൗഖ്യം പ്രാപിച്ചു. അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, ചെകിടന്മാരുടെ കാതുകൾ തുറക്കപ്പെട്ടു, ഊമന്മാർ സംസാരിച്ചു, തളർവാദ രോഗികൾ എണീറ്റു നടന്നു. നോക്കൂ, കർത്താവിൻ്റെ അപ്പസ്തോലന്മാര് ശുശ്രൂഷ ചെയ്തപ്പോൾ ഈ അത്ഭുതങ്ങൾ സംഭവിച്ചു. മരിച്ചവരെ അവർ ഉയർപ്പിച്ചു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കളെ പുറത്താക്കും. അതും സമൂഹമധ്യത്തിൽ വലിയ അടയാളമായിട്ട് മാറിയ പിശാചുക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി അപ്പസ്തോലന്മാരുടെ ആജ്ഞാസ്വരത്തിൻ്റെ മുൻപിൽ. ഹല്ലേലൂയ. ഓരോ അടയാളങ്ങളും ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ പ്രദർശനങ്ങളായിരുന്നു. ദൈവമഹത്വത്തിൻ്റെ ശക്തിയേറിയ നിമിഷങ്ങളാണ് ഓരോ അടയാളങ്ങളും സംഭവിക്കുന്നതിലൂടെ നമ്മൾ കാണുന്നത്. അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കത്തില്ല. അവർ രോഗിയുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, ദൈവശക്തിയുടെ പ്രകടനങ്ങളിലൂടെ ക്രിസ്തുവിന്റെ വചനം സ്തുതീകരിക്കപ്പെട്ടുവെങ്കിൽ ഈ കാലഘട്ടത്തിലും അതുതന്നെ പരിശുദ്ധാത്മാവ് ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കും, അവൻ എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. ഓരോ ശുശ്രൂഷകളിലും വെളിപ്പെടുന്ന സൗഖ്യവും അനുഗ്രഹവും വിടുതെല്ലാം ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം ഇന്നും ജീവിക്കുന്നു, അതിൻ്റെ വ്യക്തമായ അടയാളമാണിത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ വിശ്വാസത്തിലേക്ക് വളരാം,
കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാകാം. വരും കാലഘട്ടങ്ങൾ വലിയ ദൈവ പ്രവൃത്തികൾ സമൂഹത്തിൽ നടക്കുവാൻ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാനൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തവർ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തിയുടെ മേലും അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ വയ്ക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, വീര്യമേറിയ ദൈവപ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർച്ചകൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ബന്ധങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ, വ്യാധികൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതകൾ, തകർച്ചകൾ മാറിപ്പോവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വൻ കൃപ ഓരോ വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും ഒഴുകട്ടെ. തകർന്ന കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. മനസ്സു തകർന്നവർ ശക്തി പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ഇവരുടെ മേൽ പകരണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.